മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗയും മേഘനാഥനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര നാണക്കേടാണ് എന്ന് കരുണ അങ്ങനെ പറയുന്നു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി ഇരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇവിടുന്ന് പെട്ടെന്നൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇറങ്ങും വേണ്ട എന്ന് പറയണം, പിന്നീട് തിരിച്ച് കയറാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജു ഇറങ്ങി വരികയാണ് കേട്ടോ. എന്താടി നീ അവനോട് സംസാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, അത് ഞങ്ങളുടേതായ മാത്രം കാര്യമാണ്, അത് നിങ്ങളോട് പറയണ്ട എന്നിങ്ങനെ മഞ്ജു പറയണം. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയും ഇവളിപ്പോഴും ഇങ്ങനെയാണ്, ഇവളുടെ സ്വഭാവം മറുകണ്ഠം ചാടി എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അതേസമയം മഹി ചായയായിട്ട് വരികയാണ്. ചായയായിട്ട് വരുമ്പോൾ പറയും ഞാൻ കണ്ണേടനുള്ള ചായ മാത്രമേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണ്ട ചായ അടുക്കളയിലിടാം, ഇനി എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അല്ലെങ്കിൽ നിൻ്റെ ചായ ആർക്ക് വേണടി എന്ന് കരുണ ഇങ്ങനെ മഹിയോട് പറയണേ. ഈ പ്രേതങ്ങളുണ്ടാക്കിയ ചായ കുടിക്കാൻ പറ്റില്ലോ എന്ന് പറയുമ്പോൾ ദുർഗ പറയണേ എനിക്ക് ഇവളുടെ ആക്കിയുള്ള സംസാരം കേൾക്കാനേ എനിക്ക് വയ്യ, എനിക്ക് ആകെ മൊത്തം മടിയാവുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ കരുണ ഉണ്ണിയോട് തട്ടി കയറുകയാണ് കേട്ടോ. ഒന്നിനും കൊള്ളാത്തൊരാണുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ കൂടുതലധികം പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ ഉണ്ണി ഇങ്ങനെ ദേഷ്യത്തോട് പറയണം എന്നെ മാത്രം കുറ്റം പറയണ്ട, നിൻ്റെ അച്ഛനും ശരിയല്ല, നിൻ്റെ അച്ഛൻ പല പ്രാവശ്യം കൊല്ലാൻ നോക്കി, എന്നിട്ട് എന്തായി, അത്ര പ്രാപ്തിയുള്ള ആളാണെങ്കിൽ എന്താ ഇത് ചെയ്യായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കണം. ഉണ്ണി കരുണയോട് നന്നായി ദേഷ്യത്തോടെ സംസാരിക്കണം കേട്ടോ. പിന്നീട് മേഘനാഥനും മഞ്ജുവും കൂടിയിട്ട് കയറി ചെല്ലുമ്പോൾ സീമന്തിനും വാമദേവനും സോതിയും കൂടിയിട്ട് ഓടി വന്നിട്ട് സ്വീകരിക്കണം കേട്ടോ. സന്തോഷത്തോട് കൂടിയിട്ട് വാതിൽ തുറക്കണം കേട്ടോ. വാതിൽ തുറന്ന് മഞ്ജു പറയും അവിടെ വീട്ടിൽ പ്രതാപനങ്ങളുടെ വീട്ടിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നില്ല, എന്തായി മക്കളെ എന്ന് ചോദിക്കും. മന്ത്രവാദി എന്തായാലും മരിച്ചുപോയ ഏടത്തിയമ്മയെ ജീവിപ്പിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അവൾ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും. അതേ അച്ഛ, അവൾ ജീവനോടെ ഉണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ കത്തിച്ചതൊക്കെ നീ അന്ന് കണ്ടതല്ലേ, ആ നമ്മൾ കൊടുത്ത കൊട്ടേഷൻകാരെ നമ്മളെ ചതിച്ചു, അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം, പക്ഷെ അവരെ കാണാനില്ല എന്നിങ്ങനെ പറയണം. ഇനി അവർക്കിട്ടൊരു കൊട്ടേഷൻ കൊടുക്കണം എന്ന് പറയണം. അവർ വേറെ ആരുടെയോ ബോഡിയോ എന്തോ ഒക്കെയാണ് ചെയ്തിട്ട് ഇതിൽ ചതിയുണ്ട് എന്നിങ്ങനെ പറയണം. മഞ്ജു പറയണേ ഇനിയും കണ്ണേട്ടനെ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്, ഇല്ലെങ്കിൽ കണ്ണേട്ടൻ ഒരുപാട് പാഠം പഠിപ്പിക്കും നിങ്ങളെ, നല്ല രീതിക്ക് ജീവിച്ചു പോകുക എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ശ്രീമന്തനിക്ക് ആകെ ദേഷ്യം വരും. എന്തിനാണ് പിന്നെ നീ ഇവളെയും കൊണ്ട് വന്നത്, അവിടെ നിർത്തിയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കണ്ടോ. മഞ്ജുവിനോട് മേഘനാഥനോട് ശ്രീമന്തൻ ദേഷ്യപ്പെടുകയാണ്. രണ്ടുപേരും കൂടി കെട്ടി ഒരുക്കി ചെയ്തിരിക്കുന്നത്, ഇനി അവിടുന്ന് ഒന്നും കിട്ടില്ല എന്നിങ്ങനെ പറയണേ. ഇനി എനിക്ക് ഇവൾക്ക് പണിയുണ്ടാക്കാനും പറ്റില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് വേണ്ട, ഞാൻ ഹോട്ടൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. മേഘനാഥൻ എന്നിട്ട് ദേഷ്യത്തോട് പോവുകയാണ്. വാമദേവൻ ഇനി എന്ത് ചെയ്യും, എനിക്കൊരു ഐഡിയ ഉണ്ട്, അവൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ പോലെ തന്നെ ഞാൻ അവനെയും ഇല്ലാതാക്കും, അതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് സാഗറിനോട് മാർക്കോ അങ്ങനെ പറയണം മേഘനാഥന് നല്ലൊരു പണി കൊടുക്കണം, അവന് ഏറ്റവും നല്ലൊരു പണി കൊടുക്കേണ്ടത് അവൻ്റെ ഭാര്യയെ നീ കൊണ്ടുവരണം, കൊണ്ടുവന്ന് രജിസ്റ്റർ വിവാഹം ചെയ്യണം, അത് വേണ്ട, അതിന് മഞ്ജു തയ്യാറുമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്യണം എന്നിങ്ങനെ പറയണം. സാഗർ പറയണം ഒരിക്കലും കണ്ണയൻ സാർ ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കണം. ഇല്ല, സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ സാറോട് മഹിയോട് ഞാൻ ഈ കാര്യം നിൻ്റെ വാക്ക് സൂചിപ്പിച്ച് അവർക്ക് നിന്നെ തീരെ ഇഷ്ടമില്ല, പക്ഷെ നിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം, നീ ചെയ്യേണ്ട ജോലി അവളെ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അവന് രണ്ട് ശത്രുതയുണ്ടാകും, കാരണം അവൻ്റെ ഭാര്യയെ നീ കൊണ്ടുവരും, അതുപോലെ കണ്ണൻ സാറിൻ്റെ സ്വത്ത് കിട്ടുന്നതും അതും ഇല്ലാതാകും, അത് രണ്ടുമാണ് ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് അവന് കൊടുക്കാനുള്ളത് എന്നിങ്ങനെ പറയണം കേട്ടോ. സാഗർ ഞാൻ എന്തായാലും ഏറ്റു എന്ന് പറയണം. പിന്നീട് പ്രതാപനും വാമദേവനും മേഘനും കൂടി കാണുകയാണ്, കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എന്തായാലും ശരി, അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളെ ഇല്ലാതാക്കണം, എന്തായാലും ഞാനൊരു പണി കണ്ടിട്ട് നിങ്ങളിതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞതിന് ശേഷം വാമദേവൻ പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ എല്ലാവരോടും കൂടിയിട്ട് വന്ന് പറയണം നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയണം. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരാളും കൂടി വരാനുണ്ട്, അവളും കൂടി വരട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ തന്നെ നമ്മുടെ മഞ്ജു ഓട്ടോറിക്ഷ വരും. എന്താ ഏട്ടാ എന്ന് ചോദിക്കും. എന്താ ഇവളിപ്പോൾ പോയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ വരാൻ, അവളും കൂടി വരണം, എന്താ കാര്യം എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ മഹിയുടെ പേരിൽ എഴുതുകയാണ്, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇനി മഹിയോട് ചോദിക്കണം, അല്ലാതെ ഒരിക്കലും നടക്കില്ല എന്ന് പറയണം. അതേപോലെ തന്നെ ജയബാലൻ സാറും വരികയാണ്. അയാളൊരു അഡ്വക്കേറ്റാണ്. അയാളും പെട്ടെന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ അച്ഛൻ്റെ സ്വത്ത് ഇതിലെന്താ ഉള്ളത്, ഒന്നുമില്ല എന്നുള്ളത് അറിയില്ല. നമ്മുടെ സ്വത്ത് കംപ്ലീറ്റ് എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യും. ഇനി ഇതെല്ലാം മഹിയുടെ പേരിൽ ഞാൻ എഴുതി വെക്കുകയാണ്. നിങ്ങൾ ഏതായാലും എന്നെ കൊല്ലാൻ തീരുമാനിച്ചവരാണല്ലോ, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല എന്നിങ്ങനെ പറയണം. കരുണ തുള്ളി തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ നല്ല പോലെ വായടപ്പിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു ഒരു കുഴപ്പമില്ലാത്ത പോലെ മഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അഡ്വക്കേറ്റും വരികയാണ്. ആകെ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. ശരിയാണ്, എനിക്ക് എൻ്റെ ഭാര്യയെ അത്രയ്ക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആകെ മൊത്തം അന്താളിച്ച് നിൽക്കുന്ന ദുർഗയും എല്ലാവരെയും കാണിച്ചു കൊണ്ടാണ് എപ്പിസോഡ്.